ആത്മോപദേശ ശതകം വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് തുടരുന്നു. 10-ാം ശ്ലോകം. 10-ാം ശ്ലോകം ശ്രവിക്കുന്നതിന് മുമ്പ് 9-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഒരിക്കൽ കൂടി കേൾക്കുക. എന്നിട്ട് 10-ാം ശ്ലോകത്തിലേക്ക് വരിക. 10. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ട് താനുമേവം അറിവതിനായവനോട് നീയുമാരെ എന്നരുളുമിതിൻ പ്രതിവാക്യമേകമാകും. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ട് താനുമേവം അറിവതിനായവനോട് നീയുമാരെന്നരുളുമിതിൻ പ്രതിവാക്യമേകമാകും. ഇരുളിൽ ഇരിപ്പവൻ, അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നീ ആരാണ് ചൊൽക, പറയുക എന്നിങ്ങനെ ഒരുവൻ ഉരപ്പത് കേട്ട്, ഒരാൾ ചോദിക്കുന്നത് കേട്ട് താനും ഉത്തരം പറയേണ്ടയാളും ഏവം അതുപോലെ അവനോട് ചോദ്യം ചോദിച്ചയാളിനോട് അറിവതിനായി, അയാൾ ആരെന്നറിയാനായി, നീ ആരാണ് എന്നരുളും എന്നിങ്ങനെ തിരിച്ചു ചോദിക്കും. ഈ രണ്ട് ചോദ്യത്തിനുമുള്ള പ്രതിവാക്യം, ഉത്തരം ഏകമാകും, ഒന്നു തന്നെയാണ്. അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നീ ആരാണ്, പറയുക എന്നിങ്ങനെ ഒരാൾ ചോദിക്കുന്നത് കേട്ട് ഉത്തരം പറയേണ്ടയാളും അതുപോലെ ചോദ്യം ചോദിച്ചയാളിനോട് അയാൾ ആരെന്നറിയാനായി നീ ആര് എന്നിങ്ങനെ തിരിച്ചു ചോദിക്കും. ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം ഒന്നു തന്നെയാണ്. പ്രതിവാക്യം ഏകമാകും. ഇരുളിലിരിക്കുന്നവരാണ് പ്രാപഞ്ചികന്മാർ, അജ്ഞതയുടെ സന്താനങ്ങൾ. അവർക്ക് സ്വസ്വരൂപത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അന്ധരായ ലോകർ നീ ആര് എന്ന് പരസ്പരം ചോദിച്ചു കഴിയുന്നു. ആർക്കും വ്യക്തമായി ഈ ചോദ്യത്തിന് ഉത്തരം പറയാനും കഴിയുന്നില്ല. മനുഷ്യർ താനല്ലാതെ എല്ലാറ്റിനെയും അറിയാൻ ശ്രമിക്കുന്നു. തന്നെക്കുറിച്ചു മാത്രം അവൻ അന്വേഷിക്കുന്നില്ല. നീ ആര് എന്ന ചോദ്യമല്ലാതെ ഞാൻ ആര് എന്ന ചോദ്യം സ്വയം ചോദിക്കുന്നില്ലെന്ന് ചുരുക്കം. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നീ ആര് എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടും. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് തന്നെ. അതാണ് നീയും ഞാനും ഒരേ ബോധവസ്തു തന്നെ എന്ന ഉത്തരം. സ്വയം അറിയാത്തവൻ ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നത് കുരുടൻ വെളിച്ചം കാണാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഉപനിഷത്ത് ഈ ആശയം ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ ദം ദ്രവ്യമാണാഃ പരിയന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യഥാ അന്ധാഃ. കഠോപനിഷത്ത് 2:5. അജ്ഞാനത്തിൽപ്പെട്ടുഴലുന്നവർ സ്വയം ധീരന്മാരും പണ്ഡിതന്മാരുമാണെന്ന് വെറുതെ അഭിമാനിക്കുന്നു. പല വക്രഗതികളും അംഗീകരിച്ച് അത്തരം മൂഢന്മാർ ചുറ്റിത്തിരിഞ്ഞ് ക്ലേശിക്കുന്നു. കുരുടനാൽ നയിക്കപ്പെടുന്ന കുരുടന്മാർക്ക് തുല്യമാണ് ഇവരുടെ സ്ഥിതി. നീ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ എന്ന് പ്രസ്താവിച്ചുവല്ലോ. എന്താണ് ആ ഉത്തരം? ഇതാണ് അടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം. ഉത്തരം ഒന്നേ ഉള്ളൂ എങ്കിൽ ഇവിടെ പലതെന്തുകൊണ്ട് കാണുന്നു? ഇക്കാര്യവും ഇവിടെ തന്നെ പ്രതിപാദിക്കുന്നു. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.